ഹലോ കൂട്ടുകാരെ, അപ്പൊ ഡോറാബുജി ഗുഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, ഹായ്. ഗൗരവട്ടൻ ചോറ് കഴിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും ഒന്നുകൂടെ ഹായ് കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന എവിടെ പോന്നെ? സ്പീക്കർ എടുക്കാൻ പോവാ. അപ്പോ ബാക്കിൽ നിന്ന് വെട്ടമുണ്ടില്ലേ, എന്റെ മുഖം ഒരുമാതിരി ഇരിക്കുക. ഡോറേനെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫോക്കസ് ചെയ്യണോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അറിയാതായി പോയതാട്ടോ. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു, അതായത് നമ്മുടെ മോന്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്ന് മേടിച്ച മോന്റെ ബർത്ത്ഡേക്ക് മുൻപ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഡോറയ്ക്ക് ആ സാധനം കുറവാണ്, ഉണ്ട്, പക്ഷെ ആ സാധനം കുറവാണ്. പക്ഷെ അത് വളർത്തിയ തന്നെ എന്തോ കട്ട് ഇല്ലാത്തോണ്ട് ഈ നടുക്കുന്ന തന്നെ കീർപ്പോവും. അപ്പൊ സംഗതി ഞങ്ങൾ എന്ത് വെച്ചാല് ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എന്തേ മൈക്ക് കണ്ടു. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓൺലൈനിൽ നിന്ന് അന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതുവരെ നമ്മളത് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അന്ന് തിരക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ മോനെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്യില്ല. അപ്പോ ഞങ്ങൾ ഇന്ന് വിചാരിച്ച് ഡോറയ്ക്ക് അത് ഇന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ലുക്കും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് അറിയാൻ വിചാരിച്ചു. കേട്ടാ, ഇത് നമുക്കാണെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല. ഇത് നീ എടുത്ത് വായിലിടും, ഇത് വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യത്തില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണ്ടേ ഇല്ലേ? അല്ലേ? പോയി അമ്മമ്മ എടുത്ത് ചോറ് കഴിക്കും. ചോറ് കഴിക്കും. അപ്പോ സംഗതി ഒരുപാടൊന്നും ദീർഘിപ്പിച്ച് നമ്മള് സമയം കളയുന്നില്ല. അന്ന് ഓർഡർ ചെയ്ത് ആ പാക്കറ്റിൽ തന്നെ ഇരിക്കുക. നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട് വെച്ചതാ സംഗതി. എന്ത് വേണം? സംഗതി ഇതാണ് ആർട്ടിഫിഷ്യൽ നെയിൽ. ഇത് ഏകദേശം ഒരു 130 120 എങ്ങാണ്ട് ആയാലായിരുന്നു. ഇത് 200 പീസ് ഉണ്ട്. ഇത് ഒരെണ്ണത്തിൽ 100 പീസ് വെച്ച് 2 പാക്കറ്റിലും കൂടെ 200 പീസ് ഉണ്ട്. ഇതെല്ലാം ഒന്നും ഡോറയ്ക്ക് പറ്റത്തില്ല കേട്ടോ. ഇതിൽ ഏറ്റവും ചെറുതാണ് ഡോറയ്ക്ക് സെറ്റ് ആവുന്ന സാധനം. എന്താ? എനിക്ക് വേണം, എനിക്ക് വേണം. ഇത് വരത്തില്ല, ഇത് വരത്തില്ല, ഇത് വേണം, അത് കൊണ്ടുവെക്കോ. അപ്പൊ ഇന്ന് നമ്മളിത് ഡോറയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാവോ, എങ്ങനെ ഉണ്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാം. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു പണ്ട് തൊട്ട്, കല്യാണത്തിന് മുന്നേ ഞാൻ വിചാരിച്ചു ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ മേടിച്ചിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സെറ്റ് ചെയ്യാൻ മാത്രമല്ല, ഇതിൽ നിന്ന് ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ ഇന്ന് അതിനകത്ത് ഇട്ട് കൊടുത്ത്. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട കളർ മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാൻ എല്ലാ കളറൊന്നും യൂസ് ചെയ്യത്തില്ല, പച്ച മഞ്ഞ നീലയൊന്നും. ഞാൻ ഉള്ളി മെറൂണിന്റെ ആളാ. കുങ്കുമായാലും നെയിൽ പോളിഷ് ആയാലും മെറൂൺ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഡോറയ്ക്ക് പറ്റിയത് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. തിരഞ്ഞെടുത്തതിന് ശേഷം അതിനെ അളന്നെടുക്കേണ്ടി വരും കേട്ടോ. ഒപ്പിച്ചിരിക്കണോ? ആ സ്റ്റാപ്ലർ അടിച്ചിരിക്കില്ലേ? തരാം അമ്മയ്ക്ക് സ്റ്റാപ്ലർ അടിച്ചിട്ട്. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അടുത്ത വീട്ടില് സംസാരിക്കുന്നുണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നെയിലിൽ വെച്ച് നോക്കാം സെറ്റ് ആവുന്നുണ്ടോന്ന്. പൊക്കി പിടി, എന്റെ കൈ പിടിക്കണ്ട. അപ്പൊ അങ്ങനെ അവിടെ വെച്ചാ മതി. ഇതിലുണ്ട്, ഇതില് സെറ്റ് ആവും. ഇച്ചിരി കൂടെ വലുതാണ്. ഇതിലൊക്കെ, ഇതിലും ഓക്കെ. അപ്പൊ ഇത് 2 എണ്ണം വേണം. അത് 2 എണ്ണം എങ്ങനെ അറിയുന്നേ? അതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന്. ഇനി ചെറുതിനകത്തേക്ക്. അയ്യോ, അതിനകത്തില്ല. അതും 1. ഹലോ, ഹലോ ഹലോ, ഫോൺ വിളിക്കട്ടോ. ഓക്കെ. ഹലോ. ഇനി നടുക്കത്തിനകത്ത് വേണമല്ലോ. ഇച്ചിരി കൂടെ ചെറുതാ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ചെറുതാണ്. അത് എന്റെ എന്തോ ചെയ്യുന്നുള്ളത് വീതി ഉണ്ടല്ലേ? ഇവളുടെ നഖം, ഇവർക്ക് നഖമില്ല. പക്ഷെ സംഗതി വെച്ചാല് നഖത്തിന് നല്ല വീതി ഉണ്ട്.
എന്റെ കാൽപാകം അങ്ങനെ തന്നെയാ, നീളമില്ല പക്ഷെ വീതി ഉണ്ട്. അതുകൊണ്ട് മറ്റേ ടൈപ്പ് എന്തേന്ന് പറഞ്ഞേ അങ്ങോട്ട് ചെരുപ്പുകളൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു കൈവിരല് റൂമിൽ പോന്നേ, വാതിലും തുറന്നു നടക്കുന്ന ഒരു കയ്യിലത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. എന്തേ ഒരു കൈ ചെയ്തു തരുന്നുള്ളു, ഒരു കൈ ഉണ്ണാനുള്ളതാ, അതിന് ചെയ്യുന്നില്ല. അതില് ഞാൻ ചെയ്യത്തില്ല, അല്ലേലും ഇതിലെങ്ങനെ ആഹൂതി ഞാൻ അപ്പോ നമുക്ക് ആ കയ്യില് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യമേ ഇതിന്റെ കൂടെ തന്നെ ഗ്ലൂ ഉണ്ട്. ജിമ്മിലൊക്കെ പോയി പൊട്ടിച്ചെടുത്തല്ലേ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തത്. പിന്നെ വേറെ ഇത് ഹോളിട്ട് വേറൊരു കാര്യം, നമ്മുടെ ഈ ഡൈനിങ് ടേബിളിന്റെ, അതായത് ഈ ഡൈനിങ് ടേബിളിന്റെ ഒരു ഫുൾ വീഡിയോ, അതായത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതിന്റെ അല്ലോ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും, ഇതിന് നമുക്ക് കോസ്റ്റ് ആയ റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആയത് എത്ര ആണെന്നും അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽസ് എന്താണെന്നും ഉള്ള ഒരു ഫുൾ ലോങ് വീഡിയോ നമ്മൾ കേരള ബ്രദേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും പോയി അതൊന്ന് കാണണേ. നമ്മുടെ ഈ ചാനലിന്റെ ഫുൾ വീഡിയോ, സോറി ചാനലിന്റെ അല്ല, നമ്മുടെ ഈ ടേബിളിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കേരള ബ്രദേഴ്സിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ ഒട്ടിക്കൽ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ്. ചടങ്ങാണല്ലോ, അപ്പൊ ഒട്ടിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കാണ്. ആദ്യമേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇനി, അതൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇല്ല ഗൈസ്, ഒട്ടിപ്പോയി. ഞാൻ തുറന്നത് ഇതല്ലയോ. അപ്പൊ നമ്മള് നഖം ഒട്ടിച്ച് ഒരു 3 നഖം ഒട്ടിച്ചപ്പോ നഖം ഒട്ടിച്ചുകൊണ്ട് ഡോറായിരുന്നു ചിരിക്കുന്നില്ലേ. അല്ല അങ്ങനെയല്ല, എന്റെ ഈ വിരലിന്റെ അറ്റമല്ല ഒരുമാതിരി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ചില വിരല് നമ്മളെ നിവർന്നല്ല ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ. അപ്പൊ നഖം എല്ലാം കൂടെ അതുകൊണ്ട് ആൾക്കത് കണ്ടിട്ട് ചിരി വരുന്നതാണ്. അപ്പൊ 3 തള്ളവിരലൊട്ടിച്ച്, സെൻട്രൽ വിരലൊട്ടിച്ച്, കുഞ്ഞു വിരലൊട്ടിച്ച്, ഇനി നമുക്ക് നടുവിരലും ചൂണ്ടുവിരലും ഒട്ടിക്കാം. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നേ ഈ ഗമ്മ മറ്റേ സൂപ്പർ ഗ്ലൂ അതിന്റെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങ് വെക്കുമ്പോഴേ പെട്ടെന്ന് ഒട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ തോന്നുന്നു. അപ്പൊ ബാക്കി നമുക്ക് 2 നഖവും കൂടി ഒട്ടിച്ചിട്ട് കാണാവേ. നമ്മള് നഖമില്ലാത്ത ഡോറയ്ക്ക് നമ്മൾ ഇന്ന് നഖം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നഖം കാണിച്ച് അങ്ങനെ നമ്മള് വെട്ടി നഖത്തിന്റെ നീളം കുറച്ചു കിട്ടോ, ലെങ്ത് കുറച്ചിട്ട് ലെങ്ത് കുറച്ചു ഒരു റൗണ്ട് ഷേപ്പ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി കളർ ഏതായാലും ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഡോറയ്ക്കെന്ന് വെച്ചാൽ തീരെ നഖമില്ല കേട്ടോ. മറ്റേ കൈ കാണിച്ചേ, കടിക്കുന്നില്ല, നമുക്ക് നഖം പറഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങനെ നഖത്തിന് കട്ടിയില്ല, അപ്പൊ പൊടിഞ്ഞൊഴിഞ്ഞിങ്ങനെ പോകും. എന്നുവെച്ചാൽ കൊച്ചു പിള്ളേരുടെ നഖമില്ല, അതുപോലെയുള്ള നഖം ഇളകി അങ്ങ് പോകും. അതുകൊണ്ട് നഖമില്ല അവർക്ക്. അപ്പൊ ഇത് കൂടുതൽ നമ്മൾ പൊട്ടിച്ചേക്കുന്നത് തുണിയും കൂടെ ചേർത്തിട്ടാട്ടോ നഖം അത് സെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്കിത് നെയിൽ പോളിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാവേ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഡോറയ്ക്കാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു. ഇപ്പൊ നേരത്തെ ഉണക്കല്ല, കൈ കുറച്ച് ഡിഫറെന്റ് ലുക്കിലോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ എന്താ പറയുന്നത് ഭംഗി കൂട്ടം ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ലുക്ക് വരുമല്ലോ. അപ്പൊ കൈ കാണിച്ചേ. തീരെ നഖമില്ലായിരുന്നേ, തീരെ നഖമില്ല. ഞാൻ ക്യാമറ ബാക്കിൽ എടുത്ത് കാണിക്കാം കേട്ടോ. ഇതേണ്ടേ നമ്മുടെ ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഡോറയുടെ നെയിലിന്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ? ഞാൻ സൂത്രം കാണിക്കട്ടെ. കണ്ടോ, കണ്ടോ നൂർന്നിരിക്കുന്നേ. 2 കൈ വെച്ചേ. അത് ഡോറ തന്നെ പറ്റിച്ച്, ഞാൻ പറ്റിച്ചല്ല കേട്ടോ. ഇതാണ് ഡോറയുടെ നഖം. കണ്ട, ഇങ്ങനെയാണ് ഡോറയുടെ നഖം ഇരിക്കുന്നത്. ഈ കൈയില് ഈ കൈ 2 കൈ ഞാൻ നീട്ടിയിട്ടുണ്ട്, തന്നെ പൊട്ടി കീറി പോവുകയും ചെയ്യും. പിന്നെ ഞാനത് പൊളിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ഇരുന്ന കയ്യില് നമ്മൾ നെയിൽ ഒട്ടിച്ചത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇതിന്റെ നെയിൽ എവിടെ ഒട്ടിച്ചെന്ന് അറിയോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് ആഗ്രഹിച്ചായിരുന്നു മേടിക്കണം എന്നൊക്കെ. കൊള്ളാം. ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയാമോ? ബട്ട് ഓൾസോ ബാക്കി അറിയത്തില്ല. കൊള്ളാം. നെയിൽ പോളിഷ് ഇട്ടപ്പോ നല്ല ലുക്കായിച്ച.
രണ്ട് മോതിരം കൂടെ വേണമായിരുന്നില്ലേ? ഇത് കൊറേ നാളായി നമ്മളിത് മേടിച്ച് വെച്ചിട്ട്, ഒത്തിരി നാളായി. നമ്മളെപ്പോഴും വാങ്ങിച്ചത് ഏപ്രിൽ മാസത്തില്. ഞാൻ അറിഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഏപ്രിൽ മാസത്തിൽ നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തുന്നത്. മോന്റെ ബർത്ത്ഡേ ആണ്, അതായത് നമ്മുടെ 8-ാം തീയതി ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തിയത്. പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാല് അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരക്കും കാര്യങ്ങളും കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തപ്പോൾ എന്തായാലും കൊള്ളാം, പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. കണിരേ കയ്യല്ലേ മെയിൻ എന്താ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഡോറയുടെ കമ്മൽ എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മള് ഷോപ്സിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. ഇതും ആ സമയത്ത്, അത് ബർത്ത്ഡേക്ക് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്തില്ലേ, ജനുവരിയിൽ അങ്ങോട്ട് ഓർഡർ ചെയ്ത്, ജനുവരിയിലെ ഫെബ്രുവരിയിൽ അങ്ങോട്ട് ഓർഡർ ചെയ്ത്. അത് ഓർഡർ ചെയ്തിട്ട് ഒറ്റ തവണ ഇടാൻ പറ്റുള്ളൂ. ഇതിന്റെ ആണിയാണെങ്കിൽ ഹോള് വലുതാണ്, ആണിയെല്ലാം പോയി. അത് കാരണം പിടിച്ച് വലിച്ചിട്ട് ഒറിജിനൽ ആണി പോയി. അങ്ങനെ ഇന്ന് നമ്മളാണെങ്കിൽ സിലിക്കോൺ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡൈനിങ് ടേബിൾ ഇതാട്ടോ. ഇതിന്റെ ലോങ് വീഡിയോ നമ്മൾ നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിൽ ഇടുന്നതായിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയല്, ഇതിന് എത്ര രൂപ നമുക്ക് ചെലവ് വന്നു എന്നും, അതുപോലെ തന്നെ ഈ സെറ്റിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കേരള ബ്രദേഴ്സിൽ ഇടുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചു കേട്ടോ. വളരെ വിലക്കുറവിൽ നമുക്ക് ലാഭത്തിൽ കിട്ടിയത് നമ്മൾ ആ സമയത്ത് മേടിച്ചതാണ്. നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചാ, പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഒരു സമയം എടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന് മുകളിലൊന്നും വെക്കാൻ വേണ്ടി ഞങ്ങളൊന്നും മേടിച്ചല്ലായിരുന്നു. നമ്മൾ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പാത്രങ്ങളൊന്നും ഇല്ല. നമ്മളെല്ലാ പാത്രവും നമ്മൾ മഴ വീണ് വീടിടിഞ്ഞ് വീണപ്പം മൊത്തം പാത്രവും പോയിട്ടുണ്ടായിരുന്നു. വീടിടിഞ്ഞ് വീണപ്പോൾ പിന്നെ നമ്മൾ ഒന്നേനെ മേടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആകുമ്പം നമുക്ക് പാത്രങ്ങളില്ലെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് പാചകത്തിനുള്ള ഓരോ പാത്രങ്ങൾ നമ്മളിപ്പോൾ ഒന്നേനെ മേടിച്ചുകൊണ്ടിരിക്കുക. എല്ലാം പോയി, എല്ലാ സകല സാധനങ്ങളും നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സാധനം പോയായിരുന്നു? മൊത്തം പോയി. നമ്മള് ഓച്ചറയിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനം, ബോട്ടിലില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് പോയി, അലൂമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, എന്തിനു പറയുന്നത്, ജാറ്, മിക്സി മാത്രം ഉണ്ട്. മിക്സിയുടെ ജാറില്ല, ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാൻ അപ്പുറത്ത് വെട്ടി വെച്ചിരിക്കുവായിരുന്നു. അതുപോലെ ഗ്യാസും അപ്പുറത്തോട്ട് എടുത്തത് കൊണ്ട് അതിന്റെ അടുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് നമ്മൾ അപ്പുറത്തോട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാത്രം പോയില്ല, പാത്രങ്ങൾ ഫുള്ള് പോയി. അപ്പൊ എല്ലാം ഇനി ഒന്നേനെ നമ്മൾ മേടിക്കണം, സകല സാധനം ഒന്നേനെ മേടിക്കണം. ഇപ്പൊ അപ്പുറത്തെ പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് നമ്മൾ പരിപാറ്റം ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഓരോന്ന് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടി പറയുക, നമ്മുടെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ മാരേജിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ കേരള പ്രദേശ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മള് പോസ്റ്റ് ഇട്ടേക്കാം അല്ലെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ കല്യാണം എങ്ങനെയാണ് നടന്നത്, നമ്മൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്, ഏത് രീതിയിലാണ് എന്താ പറയുന്നത്, എങ്ങനെയാണ് ചതിക്കുഴിയിൽ പെട്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ കാണണം കേട്ടോ. അപ്പോ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും നിന്നെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അപ്പൊ ഒരുപാട് നന്ദിയോടെ സന്തോഷത്തോടെ ഡോറ ആൻഡ് ബുജ്ജി നന്ദി. അതെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.